അസ്സലാമലൈക്കും ഫസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മാംഗോ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. മാങ്ങ വെച്ചിട്ട് നമ്മൾ പല രീതികളിൽ പുഡിങ് ഉണ്ടാക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ പോണത്. ഇപ്പോൾ എന്തായാലും നമുക്ക് എല്ലാവർക്കും ഇഷ്ടം പോലെ മാങ്ങ കിട്ടുന്ന സമയമാണല്ലേ. അപ്പോൾ എല്ലാവരും മാങ്ങ കിട്ടുന്ന സമയത്ത്, നല്ല പഴുത്ത മാങ്ങ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒരു പുഡിങ് ഉണ്ടാക്കി നോക്കട്ടോ. അപ്പോൾ നമ്മളെ അടുക്കളയിൽ എപ്പോഴും ഉണ്ടാകുന്ന 2-3 ചേരുവകൾ മാത്രം മതിട്ടോ ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ പുഡിങ് ഉണ്ടാക്കി നോക്കാമല്ലേ. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും. അതുകൂടെ നിങ്ങൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അതാ ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കളർ ഇങ്ങനെയാണെങ്കിലും നല്ലോണം പഴുത്തിട്ടുള്ള മാങ്ങ കേട്ടത്. ഇത് ചെറിയ മാങ്ങ ആയതുകൊണ്ടാണ് ഞാൻ 4 എടുത്തിട്ടുള്ളത്. ഇനി വലിയ മാങ്ങയാണെങ്കിൽ ഒരു 2 എടുത്താലും മതി കേട്ടോ. അപ്പോൾ മാങ്ങ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ മാങ്ങ മുഴുവനായിട്ട് ഞാൻ ഈ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊരു പാകത്തെ മധുരമാട്ടോ. ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ 240 ml കപ്പില്ല, അതിനൊരു കപ്പ് പാലുണ്ടാവും കേട്ടോ അത്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ 1/2 ലിറ്റർ പാല് വെച്ചിട്ടാട്ടോ ഈ ഒരു പുഡിങ് ഉണ്ടാക്കുന്നത്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. ഇനി ഇതാ ഈ ഒരു ബൗളിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും ചേർത്ത് കൊടുക്കണില്ല. അതിന് പകരമായിട്ട് കോൺഫ്ലോർ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു പുഡിങ് സെറ്റാക്കി എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് പാലും കൂടെ ഒഴിച്ചെടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കുകയാണ്. ഒട്ടും കട്ടയില്ലാതെ നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ അത് കട്ടയൊന്നും കെട്ടാതെ നല്ലതുപോലെ ഒന്ന് കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കുന്ന പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു ബൗളാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന പുഡിങ് ബൗളിൽ നിന്ന് പെട്ടെന്ന് വിട്ടുപോരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത്. ഓയിലോ അല്ലെങ്കിൽ ബട്ടറൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ആ മാങ്ങ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ മാങ്ങ ഞാൻ ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ 1/2 ലിറ്റർ പാൽ വെച്ചിട്ടാണല്ലോ ഈ ഒരു പുഡിങ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 കപ്പ് പാലും കൂടെ ബാക്കിയുണ്ട്. അത് ഞാൻ ഈ മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഷേക്ക് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വീഡിയോ മിസ്സായി. അപ്പോൾ നിങ്ങളിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള മാങ്ങ ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇടക്കിടക്കായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ ചൂടായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അത് നല്ലതുപോലെ തിളച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ പാലിൽ കലക്കി വെച്ചിട്ടുള്ള ആ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒന്നിച്ച് ഒഴിച്ചെടുക്കരുത് കേട്ടോ. ഇതുപോലെ കുറച്ചായിട്ട് ഒഴിച്ചെടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതുപോലെ തന്നെ തീ നല്ലതുപോലെ കുറച്ച് വെച്ചെടുക്കട്ടോ. പിന്നെ അതുപോലെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇനി ബാക്കിയുള്ള ആ കോൺഫ്ലോറിൻ്റെ മിക്സും കൂടെ ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള മിക്സും കൂടെ ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇത് കട്ടയാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ കോൺഫ്ലോർ ഒഴിച്ചെടുത്തിട്ട് നല്ലതുപോലെ തിളച്ചിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് പുഡിങ് സെറ്റ് ചെയ്യാനുള്ള ആ പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പുഡിങ് റെഡി ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് 2 ഭാഗത്തായിട്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ പുഡിങ് റെഡിയായി. ഇനി ഇത് നമ്മൾ നേരത്തെ ഓയിലൊക്കെ തേച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ബൗളിലേക്ക് ഒഴിച്ചെടുക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പുഡിങ് നമ്മൾ നേരത്തെ ഒഴിച്ചെടുത്തിട്ടുള്ള ആ പാത്രത്തിൽ നിന്ന് ഈ ഒരു ഗ്ലാസിൻ്റെ ബൗളിലേക്ക് ഒഴിച്ചെടുക്കുകയാണ്. ഇതിന് നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു അടപ്പുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു അടപ്പ് വെച്ചിട്ട് അടച്ചു വെച്ചാലും മതി കേട്ടോ. ഇതുപോലൊരു ടൈറ്റ് ആയിട്ടുള്ളൊരു അടപ്പുള്ളൊരു പാത്രം കിട്ടിയപ്പോൾ ഞാൻ അതിലേക്ക് മാറ്റിയെന്നുള്ളൂ കേട്ടോ. ഇനി ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കട്ടോ. അതിലുള്ള എയർ ബബിൾസ് ഒക്കെ പോയിട്ട് പുഡിങ് എല്ലായിടത്തും ഒരുപോലെ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കുക കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ചൂടാറട്ടെ. ചൂടാറിയിട്ടാണ് നമ്മളിത് ഫ്രിഡ്ജിലേക്ക് സെറ്റ് ചെയ്യാൻ വെക്കുന്നത്. ഇപ്പോൾ ഇത് നല്ലതുപോലെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് സെറ്റ് ആവാൻ വെക്കുകയാണ്. അപ്പോൾ ഫ്രീസർക്ക് വെക്കരുത് കേട്ടോ, ഫ്രിഡ്ജിൻ്റെ അടിയത്തെ തട്ടിൽ വെച്ചാൽ മതി. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ചുരുങ്ങിയതൊരു 3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ അതാ നമ്മളെ പുഡിങ് ഇവിടെ നല്ലതുപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ടാട്ടോ ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നത്. ഇനി ഈ ഒരു പുഡിങ് ഞാൻ ഈ ബൗളിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഈ ഒരു ബൗളിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ളത് കട്ട് ചെയ്തിട്ട് കഴിച്ചാൽ മതി. അപ്പോൾ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു മാംഗോ പുഡിങ് ആണിത്. ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ട് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടൊക്കെ നമുക്കിത് കഴിക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാനിതുപോലെയാണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പുതിനയില വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മാങ്ങ കഷ്ണങ്ങൾ വെച്ചിട്ടാണ് ഞാനിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്.
അപ്പോൾ അതാ ഞാനിങ്ങനെ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇഷ്ടം പോലെയൊക്കെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ അലങ്കാരങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ ഡെക്കറേഷനൊക്കെ ഞാൻ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ. കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ വളരെ കുറഞ്ഞ ചേരുവയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. ഇതെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.